ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഭാരങ്ങളധികം വേണ്ടിനി കാലിരും വാണികളേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനും പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ ഏരിക്കായി പിളർന്ന പാറമേ ഏരിക്കായി പിളർന്ന പാറമേ. തീരകളലറുമ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോ എൻ പടകിൽ ഞാനേകനാ ആശയത്തെന്നു തോന്നുമ്പോ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. ദുഃഖങ്ങളേറുമ്പോ മാനപീഡകളേറുമ്പോ ക്രൂശിൽ പങ്കപ്പടേറ്റതാ യേശു മാത്രമെന്ന ഭയം മാറിൽ ചേർത്തണച്ചിടും ചേറ്റിൽ നിന്നു ഉയർത്തിടും കാതിൽ സാന്ത്വനമോദിടും കാതിൽ സാന്ത്വനമോദിടും. ദേഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോ ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ
അധികം വേണ്ടി നീ കാരീരും പാണികളേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവരുമായ ദൈവമക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അത്യാസന്നമായിരിക്കുന്ന ഈ സമയത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഈ ഭൂമിയിൽ ഒരു വിശ്വാസിയെ കണ്ടെത്തുമോ? ദൈവമനോഹരമായ ഭാര്യാഭർത്തൃബന്ധം ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നവർ അത് നിഴലാണ്. സ്വർഗത്തിൽ നിന്റെ പൊരുൾ വരുന്നു. ഏതാണ് ആ പൊരുള്? ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം, അതേ സ്വരൂപവും പ്രാപിച്ച കന്യക ആ മണവാളിനോട് ചേർന്ന് ജീവിക്കുന്നതായ സ്വർഗീയ യെരൂശലേമിലെ വാസം, അത് പൊരുളാണ്. അതിനുള്ള വാസത്തെ ഒരു ട്രെയിനിങ്ങാണ് ഈ ഭൂമിയിൽ മനുഷ്യന് കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശു വളരെ വ്യക്തമായി പറഞ്ഞു, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായി തീരും. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ അപ്പോസ്തലനായ പൗലോസ് ഉപമിക്കുന്നത് വിശ്വാസിയും ഭാര്യയും തമ്മിലുള്ളതായ ബന്ധത്തെയാണ്. അതെത്രയോ പരിപാവനമായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന് 4 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതുമൊത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളിച്ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി കർത്താവ് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ നാളിൽ അന്നത്തെ യഹൂദന്മാരോട് കൃത്യമായി മറുപടി പറഞ്ഞു. ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണ്? ഭാര്യാഭർത്തൃബന്ധം എന്താണ്? കൃത്യമായി കർത്താവ് പറഞ്ഞു. സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അത് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ബാക്കി എല്ലാവരേക്കാളും അധികം അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അവൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹം, ദൈവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹം ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടുമായിരിക്കണം. വളരെ വ്യക്തമായ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയാണത്. അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ഒരു ദേഹം, മറക്കരുത്. അവർ തമ്മിൽ സ്നേഹമാണോ? അവർ സ്നേഹത്തോടെ കഴിയുന്നുണ്ടോ? അസൂയപ്പെടരുത്.
ശകാരിക്കരുത്. ഞാൻ പോലും ഒരു കാലത്ത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ ഇങ്ങനെ സംസാരിക്കാനുണ്ടോ, എത്രമാത്രം പറയാനുണ്ടോ. ഭാര്യയും ഭർത്താവും തമ്മിൽ വർത്താനം പറയാനിരുന്നാൽ തീരുകയില്ല, എത്ര മണിക്കൂർ ഇരുന്നാലും തീരുകയില്ല. ഇങ്ങനെ എന്താ പറയാനുള്ളത് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞപ്പോഴാണ് കാര്യം അറിയുന്നത്. അവരിരുവരും ഒരു ദേഹമത്രേ, മേലാൽ അവർ രണ്ടല്ല ഒരു ദേഹമത്രേ. വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന ദൈവവേദില് വ്യക്തമായി നിങ്ങൾ കേട്ടുകൊള്ളൂ. കർത്താവ് പറഞ്ഞു, അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. യോജിപ്പിക്കുന്ന ദൈവമാണ്. ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും തമ്മിൽ യോജിപ്പിക്കുന്നത് ദൈവമാണ്, സൃഷ്ടാവായ ദൈവം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷൻ ജനിക്കുമ്പോൾ ജീവൻ കൊടുക്കുന്ന ദൈവമാണല്ലോ. അവൻ അനുയോജ്യയായ ഒരു ഭാര്യയെ വേണമെന്നുള്ള ദൈവത്തിനറിയാം. സൃഷ്ടാവായ ദൈവം അതിനുവേണ്ടി ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്തോത്രം. അത് ഞാൻ കണ്ടെത്തുക മാത്രമാണ് വേണ്ടത്. ദൈവസന്നിധിയിൽ ചെന്ന് ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, കർത്താവെ, നീ എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ഏതാണോ അത് നീ എനിക്ക് വഴി തുറന്നു തരണമേ, അത് നീ എനിക്ക് തരണമേ. പ്രാർത്ഥിച്ച് മാതാപിതാക്കന്മാരുടെ ആശീർവാദത്തോട് അവരുടെ മധ്യസ്ഥതയിൽ ദൈവം ആ ആളിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഭാര്യയെ ദൈവം തന്നെ വരുത്തിക്കൊണ്ടുവന്ന് കൊടുക്കുന്നതായ ശ്രേഷ്ഠമേറിയ അനുഭവം, അതിനുള്ള വഴികൾ മുഖാന്തരങ്ങൾ ദൈവം ഇവിടെ തന്നെ ഒരുക്കി വച്ചിട്ടുണ്ട്. എത്ര പേര് ഇന്നങ്ങനെ ചെയ്യുന്നുണ്ട്. ദൈവം എനിക്ക് തന്നതാണ്, ദൈവനോട് കൂട്ടിച്ചേർത്തതാണ് എന്ന ബോധ്യത്തോടെ എത്ര പേർ ഒരു ദേഹമായി, ഒരു ശരീരമായി, ഒരു ഹൃദയമായി, ഒരാത്മാവിൽ എത്ര പേരങ്ങനെ ജീവിക്കുന്നുണ്ട്. വളരെ ഗോത്രത്തോടെ ചിന്തിക്കണം. ദൈവം വെച്ച വ്യവസ്ഥ മാറിക്കഴിഞ്ഞാൽ വിശ്വാസം മാറും, വിശ്വാസത്തിൻ്റെ വഴി മാറും. ഒരു ദൈവം വെച്ചിരിക്കുന്നതായ കൃത്യമായ വഴിയുണ്ട്. പരദേശി മോക്ഷയാത്രയിൽ നാശപട്ടണം വിട്ട് മോക്ഷപുരിയിലേക്ക് യാത്ര ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ക്രിസ്ത്യാനിയോട് ഏവെങ്കലിസ്റ്റിൽ പറയുന്ന കൃത്യമായ വചനമുണ്ട്. നിങ്ങൾ അകലെ കാണുന്ന വെളിച്ചം കണ്ടോ? ആ വെളിച്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് നേരെ നടന്നുള്ളൂ. ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇത്ര കൃത്യമാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ആ വെളിച്ചത്തിലേക്ക് നോക്കി നടന്നുണ്ടോ. ഏതാണ് ആ വെളിച്ചം? കർത്താവായ യേശുവാകുന്ന വെളിച്ചം. ആരാണത്? വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. അവൻ്റെ മുഖത്തായിരിക്കണം കണ്ണ്. അവൻ്റെ മുഖത്താണ് നിന്റെ കണ്ണെങ്കിൽ നിനക്ക് ദൈവം തന്നതായ ഭാര്യയെ വിട്ട് വേറൊരാളിനെ സ്നേഹിക്കാൻ നിനക്ക് തോന്നില്ല, അതിൻ്റെ പുറകെ പോവില്ല. നീ വിശ്വാസം ത്യജിച്ചു കഴിഞ്ഞു, ദൈവിക വഴികൾ വിട്ടുകഴിഞ്ഞു. ആരറിയുന്നുണ്ട്? ഞാൻ വിശ്വാസിയോ അവിശ്വാസിയോ എന്ന് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ആ വഴി പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച ഒരു ദൈവവേദൽ, ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്ത ഒരു ദൈവവേദൽ, അവൻ്റെ ജീവിതയാത്രയിൽ കർത്താവെ തെറ്റുവരാതെ എന്നെ കാത്തോണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ജീവിക്കുകയാണെങ്കിൽ ഈ സാത്താനധീനമായി ഈ ഭൂമിയിൽ അവൻ ജീവിക്കുമ്പോൾ അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞാൽ മകനേ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുന്നൊരു ശബ്ദം പിന്നിൽ നിന്ന് കേൾക്കും. സ്നേഹവാനായ ദൈവത്തിൻ്റെ അത്യത്ഭുത സ്വരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോക മതപീഠത്തിലേക്ക് പോയിരിക്കുന്നു. ഞാൻ അറിയുന്നതായ വാർത്ത സത്യമാണെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് 3 പട്ടണങ്ങളിൽ ഇന്ന് 3 വർഷം കൂടുമ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലം മാറ്റം വരുന്നു. ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന ഒരു സ്ഥലം മാറി അകലേക്ക് മാറിപ്പോകുമ്പോൾ അവിടേക്ക് മാറിപ്പോകുന്ന 2 പേര് അവരന്യരാണ്. പക്ഷേ ഭാര്യയെയും ഭർത്താവിനെയും പോലെ ഒരു മുറി വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുന്നു. അവരെ അറിയുന്നവരാരുമില്ല. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വൈകിട്ട് അവർ ആ വാടകയ്ക്കെടുത്ത മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു. വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞിട്ട് അവരുടെ സ്വന്തം വീടുകളിലേക്ക് പോകുന്നു. തിങ്കളാഴ്ച രാവിലെ പിന്നെയും മടങ്ങി വരുന്നു. അനേകം ആളുകൾ ഇന്ന് അവിഹിത ബന്ധത്തിൽ മുഴുകി ജീവിക്കുന്നു. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ലെന്നാണ് ധാരണ. സൃഷ്ടാവായ ദൈവം, എല്ലാം കാണുന്നവനായ ദൈവം, എല്ലാം കണക്ക് ചോദിക്കുന്ന ആളുകൾ വരുന്നുണ്ട്. സ്തോത്രം.
അവരിലൊരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു. മേലാൽ അവർ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇന്ന് നാം അവിശ്വാസത്തിൽ കൂപ്പുകുത്തി കിടക്കുകയാണോ? ശാന്തമായ ദൈവമക്കൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവിശ്വാസം കൊടുകുത്തി വാഴുന്ന ഈ തലമുറ സ്വന്തം ഇഷ്ടപ്രകാരം ഭാര്യമാരെ തിരഞ്ഞെടുക്കുന്നു. ഒന്നിനെ ഉപേക്ഷിച്ച് വേറെ തിരഞ്ഞെടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രേമിക്കുന്നവരുണ്ട്. ഒരു പ്രേമിച്ച പെൺകുട്ടി, അവരോട് ഞാൻ കൃത്യമായി ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു കൊടുത്തു, വണ്ടിനൊന്നേ ആഗ്രഹമുള്ളൂ, പൂവിനകത്ത് തേൻ കുടിക്കണം. തേൻ കുടിച്ച് തീർന്നാൽ അത് പോവും, അടുത്ത പൂ പോവും, നിന്നെ ഒരു വിട്ടിട്ട് പോവും. ഇപ്പം സ്നേഹം ഭാവിക്കുന്ന നിന്നെ വിട്ടിട്ട് വേറെ വല്ലവരുടെയും പുറകെ പോവും. സൂക്ഷിച്ചോണം. മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ട് അവർ പ്രാർത്ഥനയോടെ അവർ കണ്ടെടുക്കുന്ന ഭർത്താവിന് കീഴ്പ്പെട്ട് നീ നിൽക്കുക, നല്ലതാണ്. കേട്ടില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാന്നൊക്കെ വാക്കൊക്കെ പറഞ്ഞു. പിന്നെ കേട്ടു, വേറെ ആളുമായിട്ട്, പ്രേമിച്ച ആളുമായിട്ട് ഒരു രഹസ്യ വിവാഹം നടന്നു. അവസാനം ആ വീട്ടിൽ തന്നെ വന്നു. 2 മക്കളായി കഴിഞ്ഞപ്പോൾ എന്നിട്ടെന്നറിയാമോ, അയൽവക്കത്തെ വീട്ടിൽ ഒരു സ്ത്രീയുണ്ട്. അവൾ വിവാഹം കഴിച്ചതാണ്. അവളുടെ ഭർത്താവ് ഗൾഫിൽ ജോലിക്ക് പോയിരിക്കുക. അവളവിടെയുണ്ട്. ഒരു ദിവസം നോക്കിയപ്പോൾ 2 മക്കളുമായി ജീവിക്കുന്ന ആ സ്ത്രീക്ക് ഭർത്താവിനെ കാണുന്നില്ല. എന്ന് വരണ സമയമായിട്ട് ഭർത്താവിനെ കാണുന്നില്ല. അന്വേഷിച്ചപ്പോൾ അറിയുന്നത് അയലോകത്തെ സ്ത്രീയുടെ കൂടെയാണ് ഭർത്താവ്. പ്രിയപ്പെട്ടവരെ, ലോകം എങ്ങോട്ട് പോകുന്നു? ദൈവത്തെ പ്രിയപ്പെട്ടവരെ, മ്ലേച്ഛത അരങ്ങേറി വാഴുന്നു. അനേകർ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിശ്വാസികളെ പോലെ ജീവിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ല. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. മനുഷ്യൻ്റെ സന്തതിയായി പറഞ്ഞ ലാമേക്ക് 2 ഭാര്യമാരെ അവൻ സ്വന്തമായിട്ടെടുത്തു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ: യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ശേത്തിന്റെ തലമുറക്കാരിൽ 8-ാമത്തെ തലമുറക്കാരൻ, ദൈവത്തിൻ്റെ മക്കളെന്നറിയുന്ന വിശ്വാസിയുടെ പട്ടികയിൽ ശേത്തിന്റെ 8-ാം തലമുറക്കാരൻ നോഹ. സ്തോത്രം. ശാപകരമായ ഈ ഭൂമിയിൽ ഇവൻ നമുക്ക് ആശ്വാസം തരുമെന്ന് പറഞ്ഞവന് നോഹേനെ പേരിട്ടു. സഹോദരങ്ങളെ, ശാപകരമായ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ, ഞെളിവിരിക്കൊള്ളുന്ന മനുഷ്യൻ, പ്രത്യാശയില്ലാതെ അലയുന്ന മനുഷ്യൻ, പാപത്തിൽ നിവദിച്ചു പോകുന്ന മനുഷ്യൻ, അവരുടെ ആശാകേന്ദ്രമായി നിനക്ക് നിൽക്കാമോ? ഒരു സമാധാനപുത്രനായി നിനക്ക് നിൽക്കാമോ? ദൈവത്തിന് വഴി കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് നിനക്ക് നിൽക്കാമോ? സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയും, നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണകൂടരുത്. ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കേണ്ട ഒരു സത്യമാണ്. അവിശ്വാസികളോട് നിങ്ങൾ ഇണയല്ല പിണകൂടരുത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അന്നത്തെ കാലം പോലെ തന്നെ ഇന്നത്തെ കാലം വേർപാട് നഷ്ടപ്പെട്ടു. വിശ്വാസി എന്ന് പറയുന്നവൻ പേരിന് മാത്രം വിശ്വാസി, പക്ഷെ ജീവിതത്തിൽ അവിശ്വാസം. ജീവിതത്തിലുടനീളം തിന്മകൾ, പാവങ്ങൾ. പ്രിയപ്പെട്ടവരെ, വേർപാട് നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. അടുത്ത 3-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ യഹോവ, മനുഷ്യരിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു.
900-ലേറെ വർഷങ്ങൾ ആയുസ് ആരോഗ്യമുള്ള മനുഷ്യനാണ്. അത് മനുഷ്യൻ്റെ ആയുസ് 900-ന് മുകളിൽ പ്രായമാണ്. ദൈവം പറഞ്ഞു, ഈ മനുഷ്യൻ ജഡപ്രകാരം ജീവിക്കുന്നു, അവിശ്വാസിയായി ജീവിക്കുന്നു, ദൈവജനത്തിന് ഇടം കൊടുക്കാതെ ജീവിക്കുന്നു. അന്ന് ന്യായപ്രമാണ വ്യവസ്ഥകളില്ല, നിയമങ്ങളും ചട്ടങ്ങളുമില്ല. അന്നെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? പരിശുദ്ധാത്മാവാൻ ദൈവം ഓരോ വ്യക്തിയോടും വാദിച്ചുകൊണ്ടിരുന്നു. മോനെ, നീ അങ്ങോട്ട് പോകരുത്, നീ അത് ചെയ്യരുത്, മോളെ നീ അങ്ങോട്ട് നോക്കരുത്, നീ ആ വാക്ക് പറയരുത്. ഓരോ വ്യക്തിയോടും വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മനുഷ്യൻ ചെവി കൊടുക്കാതെയായി, അവിശ്വാസത്തിലേക്ക് പോയി. ദൈവത്തിൻ്റെ മക്കൾ ശേത്തിൻ്റെ മക്കൾ എന്ന് വേർതിരിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടം പോലും അവിശ്വാസികളോട് ഇണയല്ലാപ്പിട കൂടി. വേർപാട് നഷ്ടപ്പെട്ടു, വിശ്വാസം ത്യജിക്കപ്പെട്ടു. ദൈവം പറഞ്ഞു, ഒരു മനുഷ്യനോട് മുൻപിൽ വാരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ്റെ ആയുസ്സിൻ്റെ മുഴുവൻ സകാലവും അപമാനിതനാകുവാൻ ഞാനിനി സമ്മതിക്കുകയില്ല. ആയുഷ്കാലം മുഴുവനും പരിശുദ്ധാത്മാവിനെ അപമാനിക്കുന്നതായ മനുഷ്യൻ്റെ പ്രവൃത്തി ഞാൻ ഇനി അനുവദിക്കില്ല. അവന് യഥാസ്ഥാനപ്പെടുവാൻ, അവന് വിശ്വാസിയായി തീരുവാൻ, അവനെ തന്നെ ക്രമീകരിക്കുവാൻ 120 വർഷം ഞാൻ ലിമിറ്റ് ചെയ്യുന്നു, ക്രമപ്പെടുത്തുന്നു. സ്തോത്രം. ദൈവവേദിലേ, പഴയ നിയമകാലത്ത് ദൈവം മനുഷ്യൻ അവനെ തന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾക്ക് വിധേയപ്പെടുവാൻ, വിനയപ്പെടുവാൻ ദൈവം വച്ചിരുന്ന കാലയളവാണ് 120 വർഷം. ആ 120 വർഷവും ദൈവം നോഹയിലൂടെ ജനത്തെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. മാനസാന്തരപ്പെട്ടോ ഇല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്ന് നശിക്കും. പാവം നോഹ പെട്ടകമണി നടക്കുന്നുണ്ട്. നോഹ എല്ലായിടത്തും പറഞ്ഞു നടന്നു. ജനത്തിന് മനുഷ്യരോടെല്ലാം ഓടി നടന്ന് പറഞ്ഞു, ജലപ്രളയം വരുന്നു, എല്ലാവരും നശിക്കും, വേഗം മാനസാന്തരപ്പെട്ടു, പെട്ടകത്തിൽ കടന്നു. എന്താ വ്യവസ്ഥ? ഒരു വ്യവസ്ഥയില്ല. പെട്ടകത്തിന് വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും അകത്ത് കിടക്കാം. പെട്ടകത്തിൽ കിടക്കുന്നില്ല എങ്കിൽ ജലപ്രളയം വരുമ്പോൾ നശിച്ചു പോകും. 120 വർഷക്കാലം ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിച്ചു. നോഹ പ്രസംഗിച്ച് നടന്നു, ഒറ്റ മനുഷ്യരും കയറിയില്ല. ഇന്നും വനശുശ്രൂഷകൾ നടക്കുന്നു, ഇന്നും ദൈവം ജനത്തെ ഓർപ്പിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവവചനം കിട്ടുന്നു, പക്ഷേ ആര് ശ്രദ്ധിക്കുന്നു? ആർക്ക് ശ്രദ്ധിക്കാൻ നേരം? ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഓടുകയാണ് മനുഷ്യൻ, സമയമില്ലാതെ ഓടുകയാണ്. എന്തിന്? ആർക്ക് വേണ്ടി സമ്പാദിക്കുന്നു? ആർക്ക് വേണ്ടി നീ കരുതുന്നു? ഇതൊന്നും നിന്റെ സ്വന്തമായിരിക്കില്ല. അന്ത്യനാളിൽ എല്ലാം വിട്ട് നീ പോവും, ഉടുതുണി പോലെ ഇട്ടിട്ട് നീ പോവും. എന്തിനാണ് ഈ പാഴ്പണി? ശത്രു നിന്നെ കൊണ്ട് അടിമവേലി ചെയ്യിക്കുന്നു. നിന്റെ മനോഹരമായൊരു കാലഘട്ടം അവൻ തകർത്ത് കളയുന്നു, ആരും അറിയുന്നില്ല. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 120 വർഷം വന്ന ദൈവം മനുഷ്യനെ യഥാസ്ഥാനപ്പെടുവാൻ അവസരം കൊടുത്തു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഒറ്റ കാര്യം ചെയ്താൽ മതി. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് പറഞ്ഞു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഈ അന്ത്യകാല തലമുറ ജീവിക്കുന്ന വിശ്വാസി ഇതിനോട് ദൈവത്തിന്റെ ആത്മാവിന് അതേ പറയാനുള്ളൂ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ദൈവസ്നേഹത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കാറുണ്ട്. ആത്മാവിനെ നിങ്ങൾ അനുസരിച്ച് നടപ്പീൻ. വചനം കേട്ട് വിട്ട് ശിക്ഷയ്ക്കായി തീരല്ലേ. അനുസരിക്കാൻ തയ്യാറാകുക, കേൾക്കുന്ന വചനം അനുസരിക്കാൻ തയ്യാറാകുക. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്ന ഒരു കാര്യം നീ അറിഞ്ഞുകൊള്ളുക. ഇനി നീ ജഡീയനാണോ? ഇന്ന് നിന്റെ ഹൃദയത്തിൽ പാപത്തോടുള്ളതായ ആഗ്രഹങ്ങളുണ്ടോ? നിന്റെ ഹൃദയങ്ങളും വിചാരങ്ങളും വിശുദ്ധമല്ലേ? നീ ജഡീയനാണ്. ഒരു ജഡീകന് ജഡാഭിലാഷം ആത്മാവിന് വിരോധമാണ്.
ആത്മാവിൻ്റെ സ്വരത്തിന് നേരെ വിരോധമാണ്. നീ പരിശുദ്ധാത്മാവിനെതിരായിട്ട് യാത്ര ചെയ്യുന്നവനാണ്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. സ്തോത്രം. ആത്മാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ജഡത്തിൻ്റെ ഇഷ്ടമല്ല നോക്കുന്നത്, അവൻ ആത്മാവിൻ്റെ ഇഷ്ടമാണ് നോക്കുന്നത്. അതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാറെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. സ്തോത്രം. നീ ജഡീകനാണോ, നിന്റെ ഹൃദയത്തിലെ നിന്റെ ആഗ്രഹങ്ങൾ ചെയ്യാറെ വണ്ണം ആത്മാവ് നിന്നെ തടുക്കും. ഒരു സംശയവും വേണ്ട. പരിശുദ്ധാത്മാവാൻ ദൈവത്തിനെ തടുത്തു കൊടുക്കുന്ന ഇത് ചെയ്യരുത്. നീ ഒരു ചൂട് വയ്ക്കരുത്, ഒരു വാക്കിനെ മിണ്ടരുത്, നീ അങ്ങോട്ട് നോക്കരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവര്, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാറെ വേണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. തമ്മിൽ പ്രതികൂലമാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. വളരെ വ്യക്തമാണ്. എല്ലാം അനുഭവിച്ചവനായ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ജഡസ്വഭാവമാണോ നിനക്കുള്ളത്, നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അനേകർ ഇന്ന് ആയിരിക്കുന്ന അവസരം അങ്ങനെ ജീവിക്കുകയാണ്. പ്രകടമായ തെറ്റിന് ഞാൻ പോകുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, വ്യഭിചാരത്തിന് പോകുന്നില്ല, ആരുടെയും പിടിച്ചു പറിക്കുന്നില്ല, സാധാരണ മനുഷ്യൻ ജീവിക്കുന്നവരെ ഞാൻ ആർക്കും ഉപദ്രവമൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ചിന്തകളും വിചാരങ്ങളും അതിപ്പോൾ അടക്കാൻ ആരെ കൊണ്ട് പറ്റും? മനുഷ്യനല്ലേ, ബലഹീനനല്ലേ, സാരമില്ല, അതത്ര സാധിക്കുള്ളൂ. അങ്ങനെ മനുഷ്യൻ ഇന്ന് ഈ ലോകത്തിലെല്ലാം അലംഭാവത്തോടെ ജീവിക്കുന്നു. സ്തോത്രം. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവങ്ങളെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം നാം വായിക്കുമ്പോൾ വളരെ ഗൗരവമേറിയൊരു കാര്യം ഇവിടെ നമുക്ക് കാണാം. ഉൽപ്പത്തി 6:5. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണം, ആ മനുഷ്യന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ദോഷമുള്ളത് എന്ന് കണ്ടു. അതേ തലമുറ ഇന്ന് അക്രൈസ്തവരെ പോലെ ക്രിസ്ത്യാനി വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരും അതേ ചിന്താഗതിക്കാര് ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങൾ എപ്പോഴും ദോഷമുള്ളത്, തെറ്റാണ്. അതല്ല ഒരു വിശ്വാസിയുടെ ജീവിതം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു, അവ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ക്രിസ്തു സഭയുടെ തലയാണ്. അവൻ്റെ ശരീരമാണ് സഭ. ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് ഓരോ വിശ്വാസിയും. അവ വിശുദ്ധങ്ങളായിരിക്കണം. തലയായ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ഓരോ അവയവങ്ങളും തലയെപ്പോലെ വിശുദ്ധിയുള്ളതായിരിക്കണം. ക്രിസ്തുവിനെ പോലെ വിശുദ്ധമായിരിക്കണം. ആ അവയവങ്ങളെടുത്ത വേശ്യയുടെ അവയവങ്ങളാക്കാമോ? 1 കൊരിന്ത്യർ 6:17 വായിച്ച്, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. സ്തോത്രം. കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവൻ വേറൊന്നും നീ ചെയ്യേണ്ട ദൈവവേദിലേ. നിന്റെ അരികിൽ കർത്താവ് ഉണ്ട്. ഈ അന്ത്യകാല തലമുറയിൽ കർത്താവ് നിന്റെ ഹൃദയത്തിൻ്റെ വാറുകൾ വെളിയിൽ നിൽക്കുന്നുണ്ട്. ലവോദിക്ക സഭയിൽ, സഭയ്ക്കുള്ളിലല്ല, സഭയുടെ വാരക്കലാണ് കർത്താവ്. സഭയെ വിട്ട് പോയിട്ടില്ല. ഓരോ മനുഷ്യരോടും വാരിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ വാരക്ക നിൽക്കുന്നു. സ്നേഹവാനായ ദൈവം, ആ കർത്താവിനോട് നീ പറ്റിച്ചേർന്ന് നിന്നാൽ അവനുമായി ഏകാത്മാവാകുന്നു. നീ ഒരാത്മാവായിക്കൊള്ളും. സ്തോത്രം. എത്ര മനോഹരമായ മർമ്മം. ദുർനടപ്പ് വിട്ടോടുവീൻ. വേർപാട് നഷ്ടപ്പെട്ടു പോയവരെ ദുർനടപ്പ് വിട്ടോടുവീൻ. ക്രിസ്തുവെങ്കിലേക്ക് അടുത്തു വരുവീൻ. അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുവീൻ. ഉൽപ്പത്തി 6:6 നാം വായിക്കുന്നു, യഹോവ അനുതപിച്ചു, അവൻ്റെ ഹൃദയം ദുഃഖിച്ചു. മനുഷ്യൻ്റെ അവസ്ഥ കണ്ട് യഹോവയായ ദൈവം അനുതപിച്ചു, അവൻ്റെ ഹൃദയം ദുഃഖിച്ചു. എന്താ അനുതപിച്ചത്? മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് ദൈവം അനുതപിച്ചു. സഹോദര, വചനം കിടക്കുന്ന സഹോദരി, ദൈവം നിനക്ക് ഇത്രയും ആയുസ് തന്നു. ദൈവം ഇന്ന് നിന്നെ നോക്കി അനുതപിക്കുകയാണോ?
ഇന്ന് ദൈവം നിന്നെ നോക്കി ദുഃഖിക്കുകയാണോ? സ്തോത്രം. 8-ാം വാക്യം വായിക്കാം. 36:8. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നോഹ ഒരാൾ വിശ്വസ്തനായി നിന്നു. അവിശ്വാസികളുടെ മധ്യത്തിൽ ഇന്നും വേണമെങ്കിൽ നിനക്ക് വിശ്വാസിയായി നിൽക്കാം. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ വിശ്വാസിയായ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അതേ കൃപ നിനക്ക് ദൈവം തരാൻ ഒരുക്കമാണ്. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ആ പട്ടകത്തിൽ അല്പജനം 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. പ്രിയപ്പെട്ടവര്, അതീലോകത്തിലെ സകലമായ മനുഷ്യനും വേർപാട് നഷ്ടപ്പെട്ട മനുഷ്യൻ, അവിശ്വാസികളോട് ഇണയെല്ലാം പിണകൂടിയ മനുഷ്യൻ, അവരെല്ലാവരും നശിച്ചപ്പോൾ ആ പട്ടകത്തിൽ അല്പജനത്തിന് ഒരാളിന് നോഹയുടെ കെയറോഫിൽ അവൻ്റെ കുടുംബത്തിനും രക്ഷ കിട്ടി. സ്തോത്രം. ഈ അന്ത്യകാലത്തിലെ മുറിയിൽ കർത്താവായ യേശുവിന്റെ ഹൃദയത്തിൽ ഇടമുണ്ടോ? നിങ്ങൾക്ക് അവന് വേണ്ടി നിൽക്കാൻ മനസ്സുണ്ടോ? ഒരു സമർപ്പണം നിങ്ങൾക്ക് എടുക്കാമോ? പ്രിയപ്പെട്ടവർ, നോഹയെ പോലെ വിശ്വസ്തരായി നിന്നവരെല്ലാ കുടുംബാംഗങ്ങൾ. എന്നാൽ നോഹയുടെ കെയർ ഓഫിൽ ആ കുടുംബാംഗങ്ങൾക്ക് പട്ടണത്തിൽ കിടക്കാൻ ഭാഗ്യം കിട്ടി. നീ കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുന്നുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾ മറന്നു പോകരുത്. സഹോദര, സഹോദരി, ഇപ്പോൾ നിനക്ക് കർത്താവിലേക്ക് അടുത്ത് വരാമോ? അവൻ്റെ മുൻമുഖത്തേക്ക് നിനക്ക് നോക്കാമോ? കർത്താവിൻ്റെ ഒരു വാക്ക് പറയാമോ? കർത്താവെ, ഞാൻ എന്നെ താഴ്ത്തി തരുന്നു. കർത്താവെ, തിരുരക്തത്താൽ ഇപ്പോൾ എന്നെ കഴുകണമേ. കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം എനിക്ക് മോഹിച്ചു തരണമേ. തിരുരക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ശത്രുവിൻ്റെ അവകാശത്തെ എന്നെ നീക്കണമേ. എന്നെ നിന്റെ സ്വന്തമാക്കി തീർക്കണമേ. ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. എൻ്റെ കർത്താവെ, കൃപയുടെ പെട്ടകത്തിൽ കിടക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ പറന്തേരുവാനുള്ള ഭാഗ്യം തരണമേ. സമർപ്പിച്ച ഓരോ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. ആത്മാവിൽ നിറയ്ക്കണമേ. 2-ാമത്തെ വരവിനായി ഒരുക്കണമേ. മാനവും മഹത്വത്തോടെ നേടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.